ഇത് ചിലപ്പോൾ ഫേക്ക് ആവാം, അല്ലെങ്കിൽ ഒറിജിനൽ ആവാം. പക്ഷെ ഇത് ഫേക്കാന്ന് വിചാരിച്ച് തള്ളി കളഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങാനും ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു ഇൻജസ്റ്റിസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പലരും എനിക്ക് തികച്ചും സ്ട്രേഞ്ചേഴ്സാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് ധൈര്യമായിട്ട് പറയാമെന്നുള്ളൊരു ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് അങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ എല്ലാ കാലത്തും എപ്പോഴും പെൺകുട്ടികളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ലൈഫ് ഇസ് ആക്ച്വലി ലൈക്ക് ദാറ്റ്. എപ്പോഴും ഈ ചിരിയും വർത്തമാനവും സംസാരവും മാത്രമൊന്നുമല്ല, ഒരുപാട് പേര് ഇങ്ങനത്തെ സ്ട്രഗിൾസ് കൂടെ കടന്നു പോകുന്നുണ്ട്. നമസ്കാരം, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. ഇവിടെ ഒരു കുഞ്ഞു സാർ ഇവിടെ വന്നിരിപ്പുണ്ട്, ഇവിടെ പ്രാമിൽ കിടപ്പുണ്ട് കമലക്കുട്ടി. അപ്പോൾ ആൾ ഉറക്കമല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സെറ്റിൽഡായിട്ട് ഇവിടെ തന്നെ ഇരുന്നോട്ടെ, കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. എനിക്ക് നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നതുകൊണ്ട് പെട്ടെന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. കഴിഞ്ഞ ദിവസം രാത്രി എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊരു മെസ്സേജ് വന്നു, ഒരു DM. നമ്മുടെ കോവിഡൊക്കെ തുടങ്ങുന്ന ഒരു സമയത്ത്, ആദ്യത്തെ ലോക്ക്ഡൗൺ വന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റയിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഐസൊലേറ്റഡ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളെ കേൾക്കാം, നിങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. ഞാൻ നിങ്ങൾക്കൊരു സ്ട്രേഞ്ചർ ആയതുകൊണ്ട് എനിക്ക് യാതൊരു ജഡ്ജ്മെൻറ്റും ഇല്ലാണ്ട് എനിക്ക് നിങ്ങളെ കേൾക്കാൻ പറ്റും, ഒരു കേൾവിക്കാരി ആവാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇഫ് യു വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ടു സംവൺ ഐ ക്യാൻ ബി എ ലിസണർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷമായിട്ടും ഇൻബോക്സിൽ വന്നിട്ട് പേഴ്സണൽ എക്സ്പീരിയൻസുകൾ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, പ്രായമായിട്ടുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. പലരും എനിക്ക് തികച്ചും സ്ട്രേഞ്ചേഴ്സാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് ധൈര്യമായിട്ട് പറയാമെന്നുള്ളൊരു ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് അങ്ങനെ സംസാരിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലുള്ള പല വിഷയങ്ങൾ, ഇപ്പോൾ നമ്മൾ ടോക്സിക് റിലേഷനെ കുറിച്ചാണെങ്കിലും ഇതുപോലുള്ള സബ്ജക്റ്റുകൾ പലപ്പോഴും സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പല കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് പലരും ഇൻബോക്സിൽ എത്താറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇൻബോക്സിൽ വന്നൊരു മെസ്സേജാണ്, അതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ആ ഒരു മെസ്സേജ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ആദ്യം ഒരു മെസ്സേജ് വന്ന് എനിക്കൊന്ന് സംസാരിക്കണം എന്നുണ്ട്, ചേച്ചി കേൾക്കാമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്കത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ റെസ്പോണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് രാത്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അതിൽ നിന്ന് വന്നൊരു മെസ്സേജ്, ചേച്ചി ഞാനൊരു ആത്മഹത്യയുടെ വാക്കിലാണ്, ചേച്ചിക്ക് എന്നെ ഒന്ന് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും പെട്ടെന്നൊരു ഓക്കെ, ഇത് ചിലപ്പോൾ ഫേക്ക് ആവാം, അല്ലെങ്കിൽ ഒറിജിനൽ ആവാം. പക്ഷെ ഇത് ഫേക്കാന്ന് വിചാരിച്ച് തള്ളി കളഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങാനും ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു ഇൻജസ്റ്റിസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും കേട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എന്താണ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു മദറാണ്, അധികം പ്രായമില്ലാത്തൊരു കുട്ടിയാണ്. വളരെ നേരത്തെ, അതായത് ശരിക്കും പറഞ്ഞാൽ ചൈൽഡ് മാരേജ് എന്ന് പറയാം, അത്രയും നേരത്തെ കല്യാണം കഴിക്കേണ്ടി വന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ കുട്ടിയുടെ സിറ്റുവേഷൻസൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഇൻസ്റ്റഗ്രാമിലെ ഒരു ചാറ്റിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതിനകത്ത് കൊള്ളിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് അല്ല എന്നുള്ളത് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു. പിന്നെ മാത്രമല്ല ആൾ വോയിസ് നോട്ട് അയച്ചു തുടങ്ങി, ഇത്രയും ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വോയിസ് നോട്ട് അയച്ചു തുടങ്ങി. അപ്പോൾ ഐ ഹാവ് വേറൊരു നമ്പറുണ്ട് എനിക്ക്, ഞാനങ്ങനെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നൊരു നമ്പറുണ്ട്, പേഴ്സണൽ നമ്പർ അല്ലാത്തൊരു നമ്പർ. ആ നമ്പർ ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് അതിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ, വോയിസ് നോട്ട് അയച്ചാൽ മതി, ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ വോയിസ് അയച്ചു തുടങ്ങി. ആ സംസാരത്തിൽ മുഴുവൻ ഇങ്ങനെ കരച്ചിൽ ചെതറി നിൽക്കുന്ന ഒരു സംസാരമാണ്. എനിക്കിപ്പോൾ ആൾ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് നിങ്ങളോടത്ത് ഷെയർ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു പ്രൈവസി ആണല്ലോ. പക്ഷെ ആ കുട്ടി പറഞ്ഞതിൻ്റെ കുറേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ പഠിത്തം പോലും കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് വീട്ടുകാരെ നല്ലൊരു ബന്ധം വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് നേരത്തെ കുട്ടീനെ +2 പോലും കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ച ചെന്ന ദിവസം തൊട്ട് ആ വീട്ടിൽ ടോർച്ചറാണ്. കുട്ടി ഭയങ്കരമായിട്ട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ടോർച്ചർ, ഈവൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വയറ്റിൽ തൊഴിച്ച് ആശുപത്രിയിലാവുക ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കൂടി ആ കുട്ടി കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അമ്മയാവാനുള്ള മെച്യൂരിറ്റിയോ അതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അമ്മയായവളാണ്. പിന്നെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പുള്ളിക്കാരി റിയലൈസ് ചെയ്യാണ് ഈ ഹസ്ബൻഡിന് ഒരു അസുഖമുണ്ട്. അതും ഇപ്പം എന്താണെന്നുള്ളത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല, പക്ഷെ അതും കുറച്ചൊരു ഷോക്കിംഗ് ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആൾക്ക് അങ്ങനെ ഒരു ഡിസീസ് ഉണ്ട്, അത് ആരുടെ അടുത്തും റിവീൽ ചെയ്തിട്ടില്ല. ഈ കുട്ടിക്ക് അത് അറിയാമെന്നുള്ളതല്ലാതെ ആളുടെ ഫാമിലിയിൽ പോലും ആൾ റിവീൽ ചെയ്തിട്ടില്ല.
ഫാമിലി ഒരു തരത്തിലും ഈ കുട്ടിയെ തിരിച്ച് വെൽക്കം ചെയ്യുന്നില്ല. അതായത് വീട്ടിൽ ബ്രദറും ഫാമിലിയും ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർ ഒരു തരത്തിലും തിരിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ വില്ലിങ് അല്ല. അപ്പോൾ ഇവള് കുട്ടിയെ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ളൊരു ലിവിങ് കണ്ടുപിടിക്കാൻ ബാധ്യസ്ഥയാണ്. ഹസ്ബൻഡ് ഇവരെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലല്ല. അപ്പോൾ ഞാൻ ഈ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് എന്തെങ്കിലും ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ പഠിത്തം കണ്ടിന്യൂ ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗ്ഗമുണ്ട്, അല്ലെങ്കിൽ ഈവൻ നമുക്ക് തയ്യലെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ, അല്ലേ, നമുക്ക് അറിയാം ഇപ്പോൾ ഒരു ചുരിദാർ തയ്ച്ചു കഴിഞ്ഞാൽ 750 രൂപ കിട്ടും. അപ്പോൾ അങ്ങനെയെങ്കിലും നമുക്ക് എന്തെങ്കിലും പഠിക്കാം. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു തരത്തിലും പുറത്ത് പോകാനോ അല്ലെങ്കിൽ ഇത്തരം എന്തെങ്കിലും ഒരു സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാനോ ഉള്ള സംവിധാനങ്ങളില്ല. അത് ചെയ്യാൻ ഒരു തരത്തിലും വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആ ചുറ്റുപാടുകളിൽ നിന്നോ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടുന്ന അവസ്ഥയിലല്ല ഈ പെൺകുട്ടി. അപ്പം ഫിനാൻഷ്യലി ആണെങ്കിൽ പോലും ആരും സപ്പോർട്ട് ചെയ്യില്ല. അവസാനം ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, അതിപ്പോൾ ഞാനൊരു വലിയ കാര്യം ചെയ്തു എന്ന് അങ്ങനെയേ അല്ല പറയുന്നത്. പക്ഷേ അവസാനം ഞാനൊരു സ്ട്രേഞ്ചറാണ്, ഈ കുട്ടി പറയുന്നത് ഇപ്പം എനിക്കത് സത്യമാണെന്ന് വിശ്വസിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം, ഞാൻ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം. കടമായിട്ട് വിചാരിച്ചാൽ മതി, എനിക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ഇയാൾ തിരിച്ചു തന്നോളൂ, എന്നാലും കുഴപ്പമില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യാം, എന്തെങ്കിലും പഠിച്ചിട്ടൊരു ഇതാക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ആൾ താങ്ക്സ് ഒക്കെ പറഞ്ഞു. ചേച്ചി എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ അതിനെക്കുറിച്ച് ആളൊന്നും പറഞ്ഞില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എന്നോട് റെസ്പോണ്ട് ചെയ്തു. ഇപ്പം അങ്ങനെ ഒരു ആരെങ്കിലും പുറത്തുനിന്നൊരു ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് തന്നാൽ പോലും അത് വേറെയുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയുള്ളൂ. കാരണം ഇതിനിപ്പോൾ ആര് തന്നു, എന്ത് തന്നു, നിനക്ക് വേറെ ആരാ സപ്പോർട്ട്, ലൈക്ക് അങ്ങനെയുള്ള കൂടുതൽ ഫാമിലി ഇഷ്യൂസിലേക്ക് പോവുകയുള്ളതുകൊണ്ട് ഒരു തരത്തിലും അവൾക്ക് പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇനിയിപ്പം ഈ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകൾ, ഇപ്പം ഏതെങ്കിലും സംഘടനകൾ ത്രൂവോ, ഇപ്പം ഈവൻ അവൾക്ക് ഡിവോഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതുപോലും ലൗഡായിട്ട് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. അത്രയ്ക്കധികം ടോർച്ചറിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ലീഗൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് പറയൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് ഇയാൾക്കൊരു സപ്പോർട്ട് വേണ്ടത്. അപ്പം ഞാൻ ഈ കുട്ടിയെ കേൾക്കുക, പറയുന്ന ചില കാര്യങ്ങൾക്ക് ആശ്വാസം പറയുക, അത് ആത്മഹത്യ അല്ല ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ളത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തു. അതുപോലെ ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആളുകളുമായിട്ട് സംസാരിക്കുകയും ചെയ്തു, ഏത് തരത്തിൽ നമുക്ക് ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട്. ഞാനത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസുകൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും നമ്മുടെ ഒരുപാട് പെൺകുട്ടികൾ കടന്നു പോകുന്നത് ഇതിൽ കൂടെയൊക്കെയാണ്. ഇതിപ്പോൾ ഞാനൊരു സ്ട്രേഞ്ചർ ആയതുകൊണ്ടും എന്നോടിത് പറയാമെന്നൊരു ഫീല് തോന്നിയതുകൊണ്ടുമാണ് ആ കുട്ടി എൻ്റെ അടുത്തെങ്കിലും ഇത് ഓപ്പണപ്പ് ആയത്. പക്ഷെ ഇതിങ്ങനെ ഒന്ന് തുറന്ന് പറയാൻ പോലും ഒരാളില്ലാതെ സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ എല്ലാ കാലത്തും എപ്പോഴും പെൺകുട്ടികളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ്. എനിക്കറിയാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ടീനേജേഴ്സ് ആയിട്ടൊക്കെയുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. കാരണം എനിക്ക് അങ്ങനെയുള്ള മെസ്സേജുകളും കമൻസും ഒക്കെ ഒരുപാട് ഞാൻ കാണാറുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ ഈ പേരൻസ് ആണെങ്കിലും ചില ആളുകൾ ഇപ്പോഴും അതിനകത്ത് കൺവിൻസ്ഡ് അല്ല. ഇപ്പോൾ പെൺപിള്ളേരെ എത്ര പഠിപ്പിച്ചിട്ട് എന്തിനാ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ പഠിക്കുക എന്നുള്ളതും നിങ്ങളൊരു കൈത്തൊഴിലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം, ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ ഒരു പെയിൻറ്റ് ചെയ്ത് വിറ്റിട്ടാണെങ്കിലും, അങ്ങനെ ഈ എന്തൊക്കെ ഓപ്ഷനുകളുണ്ട്. നമുക്ക് മരിക്കാനാണ് ഓപ്ഷനുകൾ കുറവ്, അല്ലേ? പക്ഷെ ജീവിക്കാൻ ഒരുപാട് ഓപ്ഷനുകളുണ്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സ്വന്തമായിട്ടൊരു ഏർണിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പെൺകുട്ടിക്ക് കുറച്ചും കൂടെ ബോൾഡായിട്ടൊരു സ്റ്റാൻഡ് എടുക്കാനോ അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു ലൈഫ് ചൂസ് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ പറഞ്ഞില്ല, എന്നോട് ഈ സംസാരിച്ച പെൺകുട്ടി 22ാമത്തെ വയസ്സിൽ നിന്നിട്ടാണ് ഇത് സംസാരിക്കുന്നത്, ഇത്രയും ജീവിതം മടുത്തിട്ട്. അപ്പോൾ എത്ര മനോഹരമായൊരു ലൈഫ് ഇനി അവളുടെ മുന്നിലേക്ക് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അവളോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. ഞാൻ എൻ്റെ ഇൻബോക്സിൽ ഇപ്പോഴും ഉണ്ട് മണിക്കൂറുകളോളം വന്ന് രാത്രി ആ കുട്ടി എൻ്റെ അടുത്ത്, എനിക്ക് ഐഡൻറ്റിറ്റി ഒരു തരത്തിലും റിവീൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇത് ഫുള്ള് ആ കുട്ടി അയച്ചിട്ടുള്ള വോയിസ് നോട്ടുകളാണ്. നമുക്കിത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സങ്കടം വരും. എനിക്ക് ആ കുട്ടീൻ്റെ അടുത്ത് എനിക്ക് മറുപടി പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ഏർണിംഗ് ഉണ്ടാവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു സമയത്ത് ചിലപ്പോൾ ആ ഒരു പ്രായത്തിൽ നമുക്ക് തോന്നും ഇതൊന്നും അല്ല, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രീം വേൾഡാണ്, മാരേജ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. അല്ലെങ്കിൽ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര വലിയ കോഴ്സുകൾ വേണമെന്നൊന്നുമല്ല. പക്ഷേ നമുക്കിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കൊന്നും അത് മനസ്സിലാവണില്ലേ. അപ്പം
നമുക്ക് ആ ഒരു ബേസിക് ഒരു ഏണിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു അവസ്ഥ എത്താണ്ട് നിങ്ങൾ ഒരു കാരണവശാലും കല്യാണത്തിന് നിന്ന് കൊടുക്കരുത്. അതുപോലെ ഈ പേരൻസ് ആണെങ്കിലും നല്ലൊരു ബന്ധം വന്നു എന്നൊരു സിറ്റുവേഷനിലാണ് പലപ്പോഴും പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്. പക്ഷേ ഈ നല്ലൊരു ബന്ധത്തിന് നാളെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നാളെ ഡിവോഴ്സ് ആവാം, അല്ലെങ്കിൽ ഭർത്താവിന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി വന്നിട്ട് അദ്ദേഹത്തിന് കൂടെ നോക്കേണ്ടത് ഈ പെൺകുട്ടി ആയി മാറിയേക്കാം. അപ്പോൾ ഈ റോള് നമുക്ക് ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് വരാം. അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ വരുമ്പോഴേക്കും ഈ പെൺകുട്ടി ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ മാരേജിൽ നിന്ന് തിരിച്ചിറങ്ങാനോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കാനോ പോലും പറ്റാത്ത സിറ്റുവേഷനിൽ ആയി പോകുന്നുണ്ട്. ഇന്നും നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ പെൺകുട്ടിക്ക് തിരിച്ച് വീട്ടിലേക്ക് വെൽക്കം ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്നുമില്ല. അപ്പോൾ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് തിരിച്ച് വീട്ടിലേക്ക് വരിക എന്നുള്ളതിനപ്പുറത്ത് സ്വന്തമായിട്ടൊരു ഏർണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ മാക്സിമം ഓപ്ഷൻസ് നോക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ളൊരു ഏർണിങ്സ് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതെന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ആവുമായിരിക്കും. പക്ഷേ ആളോട് ഇത്രയും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഇതേ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടാവും എന്നുള്ളത് എനിക്ക് അങ്ങനെ ഒരു ഫീലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആത്മഹത്യയൊന്നും അല്ല സൊല്യൂഷൻ. നമുക്ക് ജീവിക്കാൻ 100,000 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആരോടെങ്കിലും തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ ഏറ്റവും അടുത്ത നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ വി ആർ ഓക്കെ. ആ ഒരു പോയിന്റിലൊരു തോട്ടാണ് നമുക്ക് അങ്ങ് മരിച്ചു കളയാം, അല്ലെങ്കിൽ ജീവിതം ഇനി ഒന്നിനും കൊള്ളില്ല, ഇനി എനിക്ക് വയ്യ എന്നുള്ളത് ആ ഒരു അത് വളരെ മൊമെൻ്ററി ആയിട്ടുള്ളൊരു തോട്ടാണ്. അത് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ ആരോടെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കുക. ആൻഡ് എഡ്യൂക്കേഷൻ അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു കൈത്തൊഴിലെങ്കിലും അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും, വിവാഹം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. ഇതെനിക്ക് നിങ്ങളോടൊന്ന് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യണം തോന്നി. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. പറഞ്ഞ് ഭയങ്കര ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന പോലെ. പക്ഷേ ലൈഫ് ഇസ് ആക്ച്വലി ലൈക്ക് ദാറ്റ്. എപ്പോഴും ഈ ചിരിയും വർത്തമാനവും സംസാരവും മാത്രമൊന്നുമല്ല, ഒരുപാട് പേര് ഇങ്ങനത്തെ സ്ട്രഗിൾസ് കൂടെ കടന്നു പോകുന്നുണ്ട്. ആൻഡ് വൺ മോർ തിങ്, നിങ്ങളോട് ആരെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യരുത്. അല്ലെങ്കിൽ ഇതൊക്കെ നിൻ്റെ തോന്നലാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവരുടെയും ലൈഫിലുള്ളതാണ്, ഇങ്ങനെ വളരെ സാധാരണമാണ് എന്നുള്ള തരത്തിൽ അവരോട് ഒരു കാരണവശാലും സംസാരിക്കരുത്. ഒരു പ്രോബ്ലം ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, അല്ലാതെ കോംപ്രമൈസ് ചെയ്ത് അതിനകത്ത് നിൽക്കൂ, അഡ്ജസ്റ്റ് ചെയ്യൂ. ഇത്തരം കാര്യങ്ങളായിരിക്കരുത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ. അപ്പോൾ വിത്ത് ദാറ്റ് നോട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡും എൻഡ് ചെയ്യാം. ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മീ. ഇത് എൻ്റെ ലൈഫിനെ കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആളുകളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ID ഞാൻ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലേക്ക് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം, അല്ലേ? ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒരു വൈഡർ പ്ലാറ്റ്ഫോമിലേക്ക് എത്താനും ഒരുപാട് പേർക്ക് ചിലപ്പോൾ ആ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആവാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടി ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഉപയോഗിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ലിസണിങ്.